ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ജനറൽ സെറ്റിങ്സിൻ്റെ കാര്യങ്ങളാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എമിറേറ്റ്സ് ആഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ക്ലിക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ അക്കൗണ്ട്സ് ആഡ് ചെയ്യാനും അക്കൗണ്ട്സിൻ്റെ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളതാണ്. അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്ലയർ ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അതിൻ്റെ കുറച്ച് ആക്ഷൻസ് ഉള്ളതാണ്. സപ്ലയേഴ്സിൻ്റെ അകത്ത് PRO അതുപോലെ തന്നെയാണ്. സർവീസ് ടൈപ്പ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. സർവീസിൻ്റെ കാറ്റഗറി ആഡ് ചെയ്യാനുള്ള എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതേപോലെ തന്നെ പാക്കേജസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പാക്കേജായിട്ട് ആഡ് ചെയ്യാം. ഉദാഹരണത്തിന് നമ്മുടെ എമിറേറ്റ്സ് ഐഡി എടുക്കുന്നവരെയുള്ള സംഭവങ്ങൾ, മെഡിക്കൽ, അതേപോലെ തന്നെ ഓഫർ ലെറ്റർ മുതലുള്ള 10-11 സർവീസോ അല്ലെങ്കിൽ കുറച്ച് സർവീസൊക്കെ ചേർത്ത് 2 ഇയർ എമിറേറ്റ്സ് ഐഡി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ടെംപ്ലേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാമല്ലോ. ആ സംഭവമാണ് പാക്കേജസ് എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചേക്കുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണത്തിന് പാക്കേജ് 4 ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഒരു സർവീസ് ആദ്യം ചൂസ് ചെയ്യുന്നു, അബ്സ്കോണ്ട്. അങ്ങനെ 2-3 സർവീസുകൾ 2 ലെറ്റർ അടിക്കണം. അന്നേരമാണ് നമ്മുടെ അതിൻ്റെ അകത്ത് ഓട്ടോ കംപ്ലീറ്റ് വിസിബിൾ ആവത്തുള്ളൂ. എമിറേറ്റ്സ് ID 1, അടുത്തത് മെഡിക്കൽ. ഇങ്ങനെ 3 സർവീസ് ചേർന്ന് നമ്മൾ പാക്കേജ് 4 ക്രിയേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇൻവോയ്സിൽ പോയി അവിടെ നമുക്ക് പാക്കേജസ് ഉണ്ട്. കാരണം ഓരോ തവണ ഇത് അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമയം പോകുന്നതിന് എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളൊരു പാക്കേജ് എന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. പാക്കേജസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് പാക്കേജാണ് വേണ്ടത്, നമ്മൾ പാക്കേജ് 4 ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കണ്ടില്ലേ. അബ്സ്കോണ്ടിങ്, എമിറേറ്റ്സ് ID 1, മെഡിക്കൽ എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കസ്റ്റമറെ സെലക്ട് ചെയ്തു സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സ് ആയി മാറി. നമ്മളിത് അടിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ അതിൻ്റെ റേറ്റും കോസ്റ്റും അക്കൗണ്ട്സ് നമുക്ക് മാറ്റി കൊടുത്താൽ മാത്രം മതി. ഓരോന്നും അടിച്ച് സമയം കളയേണ്ട കാര്യമില്ല. അതിനുവേണ്ടിയാണ് പാക്കേജസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനറൽ സെറ്റിങ്സിൻ്റെ അകത്ത് ഡോക്യുമെൻറ്റ് ലിങ്ക്സ് ഏതെങ്കിലും ലിങ്കുകളുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ആഡ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റിമൈൻഡേഴ്സ് ആഡ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ റിമൈൻഡേഴ്സിന് മാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള, ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒരു ട്രേഡ് ലൈസൻസ് റിന്യൂവൽ അങ്ങനെ ഒരു മാസ്റ്റർ ഉണ്ടാക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് റിമൈൻഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ടൈപ്പായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. റിമൈൻഡർ ടൈപ്പ് അത് യൂസ് ചെയ്യുന്നു. അതേപോലെ എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കുന്നു, എന്നാണ് റിമൈൻഡർ ചെയ്യിക്കേണ്ടത്, എന്ന് വരെയാണ് റിമൈൻഡർ ചെയ്യിക്കേണ്ടത്. അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യൂസർ ലോഗ്, ഓരോ എംപ്ലോയീസും ഏതൊക്കെ IP എന്നാണ് ലോഗിൻ ചെയ്തേക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വർക്ക് ചെയ്തേക്കണം, ആഡ് എഡിറ്റ് എന്തൊക്കെയാണ് ചെയ്തേക്കണം, ആ ഫുള്ള് നമുക്ക് കിട്ടും. യൂസർ വൈസ് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. അത്രയാണ് ജനറൽ സെറ്റിങ്സിനകത്തുള്ളത്.